അപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോക്കി പായസം അരിയായിട്ട് എടുത്തേക്കുന്നത്. ഇതേപോലെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 1.5 കപ്പ് അരിയായിട്ട് എടുക്കണത്. ഇപ്പം മെഷറിംഗ് കപ്പ് തന്നെ വേണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്ലാസ്സിൽ ഒരളവ് എടുത്താൽ മതി. അപ്പോൾ 1 കപ്പ് കൂടിയിട്ട് 1.5 കപ്പ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കട്ടെ. അപ്പോൾ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്കറിലായിട്ടാണ് ഇടുന്നത്. ഇനി അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3.5 കപ്പ് അരി എടുത്തിരുന്ന സെയിം കപ്പിൽ തന്നെ 3.5 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് കുക്കറിൽ നിന്ന് ഒറ്റ വിസിൽ വന്നാൽ മതി, കൂടുതൽ വിസിൽ വരുത്തരുത്. അടുത്തത് നമുക്ക് പായസത്തിലേക്ക് വേണ്ടത് ശർക്കരയാണ് വേണ്ടത്. ഞാനിവിടെ നല്ല കറുത്ത ശർക്കരയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 350 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ അരി എടുത്തിരുന്ന ഗ്ലാസ്സിൽ തന്നെ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര നമുക്കൊന്ന് അലിയിച്ചിട്ട് എടുക്കുക. ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിച്ചോ, കാരണം നമുക്ക് അരി വേവിച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വരട്ടി എടുക്കാനുള്ളതാണ്. അപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ശർക്കര അലിയിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് വലിയ കട്ട് ചെയ്യുന്നുണ്ട്, ഞാനൊന്ന് പൊടിച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ ശർക്കര ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കട്ടെ. അപ്പോൾ കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കറിൽ നിന്ന് സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഞാൻ ആദ്യം വെച്ചിരുന്ന കുക്കർ ഇതായിരുന്നില്ല കേട്ടോ. ആ കുക്കറിന് സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം പോകണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുക്കർ മാറ്റിയതാട്ടത്. കുക്കർ ഞാൻ അങ്ങനെ ഉപയോഗിക്കണം, കുക്കർ അല്ലായിരുന്നു. ഞാൻ നോക്കിക്കേ, ഇപ്പം നമ്മുടെ അരി വെന്തിട്ടുണ്ട്. എന്നാൽ വെന്ത് ഉടഞ്ഞും പോയിട്ടില്ല. വെന്ത് ഉടഞ്ഞു പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒറ്റ വിസിൽ വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്റ്റീം മുഴുവനും പോയി കഴിഞ്ഞിട്ട് മാത്രം തുറന്നാൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കര അലിയിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഇത്രയ്ക്ക് ഉപ്പും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അരിയാണല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പ് വേണം. അപ്പോൾ ആ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്ത് വരാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ തീ ഓണാക്കാണ്. ഇനി ഇത് നമ്മുടെ ശർക്കര പാനിയിൽ കിടന്നിട്ട് നമ്മുടെ ഈ അരി നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുക്കണം, നന്നായിട്ട് വറ്റിച്ചിട്ട് എടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യും ചേർക്കണം. ഒരു 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് ചേർക്കുന്നതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. നിങ്ങൾക്ക് നന്നായിട്ട് നെയ്യ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നന്നായിട്ട് നെയ്യ് ചേർക്കുക. പിന്നെ പായസമൊക്കെ ആകുമ്പോൾ ഒരുപാട് അങ്ങനെ നെയ്യ് ചേർക്കണ്ട. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുക. ഒരു 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. അത് നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ പായസം നല്ല തിളക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാണ്. ഒരു 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നെയ്യ്. അപ്പോൾ നെയ്യ് ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ഒരളവ് ഞാൻ പറയണില്ല. അത് നമുക്കിപ്പോൾ കുറച്ച് നെയ്യ് കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ ഒരുപാട് നെയ്യ് വേണ്ട പായസത്തിൽ. എന്നാൽ അത്യാവശ്യം നെയ്യ് വേണം താനും. കാരണം നെയ്യിൽ ശർക്കരയിലും കിടന്നിട്ട് ഈ അരിനെ നമ്മളിങ്ങനെ വരട്ടിയിട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നമ്മളിനി തേങ്ങാപ്പാലൊക്കെ ചേർക്കുക. പക്ഷെ ഞാനീ പറഞ്ഞ പോലെ ഈ ശർക്കര പാനി ഇത്രയ്ക്ക് വെള്ളത്തിൽ തന്നെ എടുക്കണം കേട്ടോ. കാരണം ഇതിനകത്ത് കിടന്നിട്ട് ഇങ്ങനെ വരട്ടി എടുക്കണം. അതാണ് ആ പായസത്തിൻ്റെ ടേസ്റ്റ്. അല്ലെങ്കിൽ നമ്മുടെ പായസത്തിന് വെള്ളം ചോദിക്കും കേട്ടോ. കൂടി ഒന്ന് തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയും ചേർക്കാട്ടെ. ഇതിപ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഓണത്തിന് വേറെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതോടെ കിടന്ന് വറ്റിക്കോളും. പിന്നെ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ അടി പിടിക്കാണ്ട് നോക്കിയാൽ മതി. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. പക്ഷെ അവസാനമൊക്കെ ആകുമ്പോൾ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. ഇതിലേക്ക് നമുക്ക് ഏലക്കായയും പിന്നെ ചുക്കും പിന്നെ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകവും കൂടിയിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് എടുക്കണം. അപ്പോഴായിരിക്കും അതിന് നല്ല മണം ഉണ്ടാവുക. അപ്പോൾ അതും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾ ഫസ്റ്റ് കുറച്ച് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ പായസം റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നണം കുറച്ചും കൂടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് അവസാനം ചേർത്താലും കുഴപ്പമില്ല.
അപ്പോൾ അതും ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. അതിനൊന്നും കറക്റ്റ് ഇത്രയ്ക്ക് അളവൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ മൂന്നാമത്തെ ട്രിപ്പ് നെയ്യും കൂടിയിട്ട് ചേർക്കട്ടെ. അപ്പോൾ ഞാൻ ടോട്ടൽ ഒരു 6 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇത്രയ്ക്കും മതി നെയ്യ്. പിന്നെ ശർക്കരയും നല്ലതായിരിക്കണം, നല്ല കറുത്ത ശർക്കരയായിരിക്കണം. 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നോക്കിക്കേ, ഇതിപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയി കഴിഞ്ഞിട്ട് ഞാൻ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വരട്ടി വരട്ടെ. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കാൻ പോണതിന് മുമ്പ് ഞാനിവിടെ നമ്മുടെ ചുക്കും പിന്നെ ജീരകവും ഏലക്കായും കൂടിയിട്ട് പൊടിച്ചത് ചേർക്കാണ്. ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ട്. പിന്നെ ലാസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ ഇനി നല്ല കട്ടി 1-ാം പാല് ചേർക്കട്ടെ. പിന്നെ അരിപ്പായസമൊക്കെ ആകുമ്പോൾ ഒരുപാട് ഇങ്ങനെ ലൂസാക്കിയിട്ട് എടുക്കണ്ടേ, എന്നാൽ ഭയങ്കര ടൈറ്റ് ആവണ്ട. ഒരു ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഇലയിലിടുമ്പോഴേ ഇങ്ങനെ അങ്ങോട്ട് ഒലിച്ച് പോകരുത്, എന്നാൽ ഭയങ്കര കട്ടിയായി പോവുകയും ചെയ്യരുത്. നോക്കിക്കേ, ഇപ്പം നല്ലൊരു കള വന്നിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് തേങ്ങക്കൊത്തൊക്കെ വറുത്തിട്ടിടാം. പക്ഷേ തേങ്ങ എൻ്റെ അടുത്ത് തേങ്ങയായിട്ട് ഇരിക്കണില്ല. ശരിക്കും എനിക്ക് ഇതിനകത്ത് തേങ്ങക്കൊത്ത് വറുത്തിടുന്നതാണ് ഇഷ്ടം. പക്ഷെ ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മുടെ കശുവണ്ടിയാണ് വറുത്തിട്ടിടുന്നത്. പക്ഷെ തേങ്ങക്കൊത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങക്കൊത്ത് വറുത്തിട്ടിടണം കേട്ടോ. അപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് നമുക്ക് നെയ്യ് ചേർക്കാം. നമ്മുടെ കിസ്മിസും ചേർക്കണം. പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നമ്മുടെ കറുത്ത എള്ളുണ്ടല്ലോ, കറുത്ത എള്ളും കൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടോ, എനിക്കത് ഇഷ്ടമാണ്. അത് അവസാനം ഇട്ടാൽ മതി, കാരണം അല്ലെങ്കിൽ എള്ള് പെട്ടെന്ന് കരിയും. അപ്പോൾ പായസത്തിലേക്ക് നമ്മൾ വറുത്തിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ടാണ്ട് മിക്സ് ചെയ്യുക. നോക്കിക്ക് ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം. ഒരുപാട് ഭയങ്കര തിക്കായും പോകരുത്, ഭയങ്കര വെള്ളമായി പോവുകയും ചെയ്യരുത്. ശരിക്കും പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടിയിട്ട് ഒരു 10-12 മിനിറ്റിൽ കൂടുതൽ എടുത്തിട്ടില്ല. ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക. ലാസ്റ്റൊക്കെ ആകുമ്പോൾ നിർത്താണ്ട് ഒന്ന് ഇളക്കി കൊടുത്തോ, അല്ലെങ്കിൽ ചിലപ്പോൾ അരിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു പശി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിലപ്പോൾ അടിയിൽ പിടിക്കും. ആദ്യം ഒന്നും അങ്ങനെ ഇളക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഓണത്തിന് അരിപ്പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.